Good morning. Today we are going to start our new chapter, water. Okay, sixth chapter, water. Here, water is known as universal solvent. Okay, because universal means we can use water in all fields. That's why it is known as universal solvent. Okay, so what is the special name of water? Universal solvent. Because this water exists in three different states, isn't it? What are the three different states? Solid, liquid, and gases. So when the ice cube melt, it is converted into water form. Again, this water is vaporized into vapor form. Okay. So like this way, water exists in three different states, and this water is used to dissolve all the compounds. That's why it is known as universal solvent. Okay. നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതില് ത്രീ സ്റ്റേറ്റിലും അത് പ്രസന്റ് ആയിരിക്കും, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. സോ അതേപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ വാട്ടർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പറയുന്നത്? വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ this water have some different character. Okay, let me see what are the character. First one, the boiling point of water. Boiling point. Okay, boiling point means at which the point the water starts boiling. Okay, boiling means എന്താണ്, തിളയ്ക്കുന്നതല്ലേ. അപ്പൊ ഒരു വാട്ടർ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൽ എത്ര ഡിഗ്രി ഉണ്ട് നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ for this purpose we are using thermometer. So thermometer is the instrument. It is used to measure the boiling point of water. അപ്പൊ നമ്മൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തില് തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ അതിൽ എത്ര ഡിഗ്രിയാണ് അത് കാണിക്കുന്നത്? 100 ഡിഗ്രി. ഓക്കെ, so the boiling point of water is 100 degrees Celsius. Very important one. The boiling point of water is 100 degrees Celsius. Okay. പിന്നെ നമ്മൾ ആ തെർമോമീറ്റർ അതിൽ എത്ര നേരം വെച്ചാലും ആ 100 ഡിഗ്രിന്ന് കുറച്ചും ഇൻക്രീസ് ആവില്ല. അപ്പോൾ എത്ര നമ്മൾ അത് വേപ്പറൈസ് ആയാലും നന്നായി വറ്റി വരുമ്പോഴും ഈ 100 ഡിഗ്രി തന്നെയാണ് കാണിക്കുക. എന്തുകൊണ്ടാണ് അത് റീസൺ ചോദിക്കുമ്പോൾ, സപ്പോസ് the boiling point of water is 100 degrees Celsius, but even after the completing of boiling point also the thermometer shows only 100 degree. What is the reason behind this? അത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ, നമ്മൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാകുമ്പോൾ അത് വേപ്പർ ആവും. വേപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ ഹീറ്റും കൂടിയിട്ട് എന്താവും? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാണ്. ഇപ്പോ ഒരു സോളിഡ് ആണെങ്കിൽ ഈ സോളിഡ് ലിക്വിഡ് ആവുമ്പോൾ അതൊരു ഡിഗ്രി കാണിക്കും. ഓക്കെ, സാധാരണ ഐസ് ക്യൂബ്സിന്റെ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 0 ഡിഗ്രിന്ന് വേറൊരു ഡിഗ്രി ആയിരിക്കും അത് ലിക്വിഡ് ആയിട്ട് മാറാം. ഓക്കെ, then this liquid is converted into vapor form. Then vapor form it has 100 degree Celsius. Okay, അതായത് 0 ഡിഗ്രി പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു ഡിഗ്രി പിന്നെ അത് 100 ഡിഗ്രി ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ഓരോ ഡിഗ്രി ആയിട്ട് ഓരോ സ്റ്റേറ്റിലാണ് അത് മാറുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റം അവിടെ ഉണ്ടാവില്ല. ആ ഡിഗ്രി ഒരിക്കലും മാറത്തില്ല. എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഡിഗ്രിയുടെ മാറ്റം സംഭവിക്കുന്നത്. പിന്നീട് അത് എത്ര ഇതായി കഴിഞ്ഞാലും ഈ ഡിഗ്രി ഒരിക്കലും മാറത്തില്ല. ഓക്കെ, so the boiling point of water is 100 degrees Celsius. Okay, in all the states the boiling point of water is 100. So why does the temperature reading never change? Because all the heat is supplied for the change of next state. Okay, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ടെമ്പറേച്ചറിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. Okay, now underline this word. The boiling point of water is 100 degrees Celsius. Then what about the boiling point of dissolved substances? സാധാരണ വെള്ളം എടുത്ത് നമ്മൾ ഒന്ന് എന്താ പറയാ തിളപ്പിക്കുമ്പോൾ അതിൽ 100 ഡിഗ്രി ആണ്. ഇപ്പൊ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറെ സാൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്താവും? അതിന്റെ ഡിഗ്രിയിൽ വല്ല മാറ്റങ്ങൾ വരുമെന്നാ ചോദിക്കുന്നത്. ഓക്കെ, നോർമലി the water has 100 degree Celsius, but the dissolved substances
Suppose the salt is present in the water. What happens? In boiling point changes. Okay, അതായത് വെള്ളം സാധാരണ വെള്ളം മാത്രമാണെങ്കിൽ 100 ഡിഗ്രി ആണ്. ആ വെള്ളത്തിലൂടെ നമ്മൾ കുറച്ച് ഉപ്പോ കുറച്ച് പഞ്ചസാരയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് തിളപ്പിക്കാൻ തുടങ്ങിയാൽ ഈ 100ന് കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും. അതിന് എന്താ പറയാ തിളപ്പിക്കാൻ. ഓക്കെ, അതിന്റെ ഡിഗ്രിയിൽ. ഈ ഒരു മെത്തേഡാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. വി ആർ യൂസിങ് പ്രഷർ കുക്കർ ഫോർ മേക്കിംഗ് ഫുഡ് അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ ഈ പ്രഷർ കുക്കർ ആവുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഫുഡ് കുക്ക് ആവും. നമ്മൾ പ്രഷർ കുക്കറിൽ നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാ വെജിറ്റബിൾസും കൂടി അത് കട്ട് ചെയ്തിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ ഈ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിലുള്ള കമ്പോണൻസ് ആണ്. ഓക്കെ, സോ ഒരു സാധാരണ ഒരു 100 ഡിഗ്രി ആണ് നമുക്ക് ഒരു വെള്ളം തിളയ്ക്കാൻ വേണ്ടി ആവശ്യം. പക്ഷേ ഇൻ ദ പ്രഷർ കുക്കർ we needed 120 degree Celsius. Okay, note down this point. In a pressure cooker, the water needed 120 degree Celsius. അപ്പോൾ 100നേക്കാൾ കൂടുതൽ ഡിഗ്രി ഇവിടെ ആവശ്യമുണ്ട് ഒരു പ്രഷർ കുക്കറിൽ ഒരു ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 120 എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് കൂടുതലല്ല, ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലല്ല. അത് കാരണം കൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കിട്ടുന്നത് പ്രഷർ കുക്കറിൽ. ഓക്കെ, so normally the boiling point of water is 100 degrees Celsius, but in the pressure cooker the boiling point of water is 120 degrees Celsius. That's why the food is making very faster in pressure cooker. Okay, so this is the topic belongs to boiling point. Okay, next one, vaporization. Vaporization means, what is meant by vapor? Conversion of liquid into vapor form. Okay, അതായത് വാട്ടർ ഒരു വേപ്പർ ആയിട്ട് കൺവെർട്ട് ആവാൻ അതിന് എന്താണ് വേണ്ടത്? ഒരു ലിക്വിഡ് വേപ്പർ ആവണം. ആ ലിക്വിഡ് വേപ്പർ ആവുമ്പോഴാണ് അത് 100 ഡിഗ്രി എടുത്താലാണ് അത് വേപ്പർ ആവുള്ളൂ. ഓക്കെ, സോ എ ലിക്വിഡ് കൺവെർട്ടഡ് ഇൻടു വേപ്പർ ഫോം ബൈ 100 ഡിഗ്രി സെൽഷ്യസ്. Then this form is known as vaporization point. അതായത് ഇപ്പൊ നമുക്ക് ഒരു തുണി ഉണങ്ങാച്ചാൽ വെയിൽ കാലത്തും ഉണങ്ങും, അതേപോലെ സമ്മർ സീസൺ വിന്റർ സീസൺ എല്ലായിട്ടും നമുക്ക് ഒരു ക്ലോത്ത് ഉണക്കാൻ പറ്റും. പക്ഷെ ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നത് സമ്മറിലാണ്. അപ്പൊ സമ്മർ ആവുമ്പോൾ വേപ്പറൈസേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ബട്ട് ഇൻ വിന്റർ സീസൺ it will be very decreased amount because of the variation of temperature. Okay, ഈ ടെമ്പറേച്ചറും വാട്ടറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. Okay, let us see what is the relation. So here our second important topic is heat capacity. Heat capacity of water. Okay, heat capacity means water has the ability to hold more heat. അതായത് കുറെ ഹീറ്റിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വാട്ടറിനുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും നമുക്ക് തീ പിടിച്ചു കഴിഞ്ഞാലോ അതിനെ പെട്ടെന്ന് നമുക്ക് പുട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? വാട്ടർ അല്ലേ, വെള്ളം ഒഴിക്കാണ് തീ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? വാട്ടറിന് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്, ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. എത്ര ചൂടുണ്ടെങ്കിലും അതിനെ തണുപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി വാട്ടറിനുണ്ട്. So it is known as heat capacity. Okay, so water has the ability to hold more heat. It is known as heat capacity of water. Okay, that's why it is used in different field. For example, it is used as a cooling agent. Okay, nuclear reactor. But nuclear reactor is used to make atom bomb. അതായത് ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുമ്പോൾ അവിടെ വളരെ കൂടുതൽ ടെമ്പറേച്ചർ ആണ് നമുക്ക് റിലീസ് ആവുന്നത് ന്യൂക്ലിയർ റിയാക്ടർ പവർ സ്റ്റേഷനിൽ. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ടർ അവിടെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ടെമ്പറേച്ചർ ഒക്കെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ റേഡിയേറ്റർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എൻജിൻ, കാർ എൻജിൻ ആയാലും എന്തിലായാലും റേഡിയേറ്റർ ചൂടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് ആ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്നതാണ് heat capacity of water. Okay, then they will ask what is the degree of heat capacity of water. So the heat capacity of water is 1000 degree Celsius. Note down this point. Boiling point of water is 100 degree Celsius and the heat capacity of water is 1000 degree Celsius. What is the temperature, boiling point of temperature in pressure cooker? 120 degree Celsius. ഇത് മാറാൻ പാടില്ല കേട്ടോ. 3 ഡിഗ്രി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ 100 boiling point of water.
Second one, pressure cooker food cook cheyumbo 120 degree. And the third one, heat capacity of water 1000 degree Celsius. Okay. So like this method, we are using different stage. For example, an ice cube or water. Okay. When water converted into ice, what happens? എന്തുണ്ടാവാം, നമ്മൾ ഒരു കുപ്പിയിൽ വെള്ളം, ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അതിന് മുന്നേ നമ്മൾ മെഷർ ചെയ്യാം, ആ ബോട്ടിലിന്റെ ലെവൽ എന്താണെന്ന് മെഷർ ചെയ്യാം. പിന്നെ നമ്മളത് ഫ്രീസറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് പിന്നീട് നോക്കുമ്പോൾ അതിന്റെ വോളിയം എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മൾ സാധാരണ വെള്ളമല്ലാതെ ഐസ് ക്യൂബ് ആകുമ്പോൾ അതിന്റെ വോളിയം ഒന്നും കൂടി നമുക്ക് ഇൻക്രീസ് ആയിരിക്കും. ബിക്കോസ് when the water is converted into ice, its volume increases. Volume means space. Okay, decreases. Density decreases. Okay, so very important one. Note down this point. Okay, what is the meaning for this? When the water converted into ice, its volume increases and density decreases. So നമ്മൾ ഒരു വെള്ളം ഐസ് ആയിട്ട് മാറുമ്പോൾ അതിന്റെ വോളിയം അവിടെ കൂടും, സ്പേസ് കൂടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറയുന്ന കാരണം കൊണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആട്ടാ. ഇതേപോലെ തന്നെയാണ് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0 degree Celsius. Okay, 0 degree Celsius. Note down this point. Freezing point of water is 0 degree. Ice cubes ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എത്ര ഡിഗ്രി ആണെന്ന് ചോദിക്കുമ്പോൾ 0 degree Celsius. Okay, then this 0 degree is converted into liquid form. Ice cube ഉണ്ട്, ice cube ആയിട്ടുള്ളപ്പോൾ അതിന് 0 degree ആണ്. ഐസ് വെള്ളമായിട്ട് മാറുമ്പോൾ എത്ര ഡിഗ്രി ആണെന്ന് ചോദിക്കും. ഒരു ഐസ് ക്യൂബ് നമ്മൾ കുറച്ചു നേരം കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ ആയിട്ട് മാറും, കുറച്ച് ഇങ്ങനെ മെൽറ്റ് ആയി ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ അതിന് എത്ര ഡിഗ്രിയിലാണ് അത് കുറച്ച് ലിക്വിഡ് ആയിട്ട് മാറാൻ തുടങ്ങാൻ ചോദിക്കുമ്പോൾ അതിന്റെ ബേസിക് ആണ് 4 degree Celsius. Okay, note down this point. So cooling point of water is 4 degree Celsius. Freezing point of water is 0 degree Celsius. Boiling point of water is 100 degree Celsius. Then one more, heat capacity of water is which one? 1000 degree Celsius. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? 0 degree, 4 degree, 100 degree, 1000 degree. Then one more, pressure cooker 120 degree. Okay. Next one, surface tension. A new topic. Surface tension means it is a type of force. Okay, force exerted on liquids. So surface tension means it's a type of force, attractive force exerted on liquids. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറിലും എല്ലാ ലിക്വിഡ് സൊല്യൂഷനിലും ഒരു ഫോഴ്സ് ഉണ്ടാവും, അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. അപ്പോ ഇപ്പൊ ഒരു വെസൽ, നമ്മൾ സാധാരണ ഒരു പാത്രം, ഒരു വെസൽ എടുക്കുമ്പോൾ ഇത് വെള്ളമുണ്ട്. അപ്പോ ഈ വെസലിന്റെ ഒരു കോർണറിനും ഈ ലിക്വിഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ആണ് സർഫേസ് ടെൻഷൻ എന്ന് പറയാം. അപ്പോ ചില ടൈം sometimes we are using surface tension, okay, because some insects are moving on the surface of water. Have you seen? അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് ഇൻസെക്ട് ഈ മഴക്കാലമൊക്കെ വരുമ്പോ ഈ മസ്കിറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ആ വെള്ളത്തിന് മീതെ അങ്ങനെ നിൽക്കണ പോലെ തോന്നും. അതിന്റെ അടിയിലേക്ക് പോകില്ല, ഉള്ളിലേക്ക് പോകില്ല, അതിന്റെ മീതെ അങ്ങനെ ഫ്ലോട്ട് ആക്കാൻ പറ്റും. അതിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സർഫേസ് ടെൻഷൻ. ഓക്കെ, ഇപ്പൊ സർഫേസ് ടെൻഷൻ കാരണം കൊണ്ടാണ് നമ്മൾ ചില ഒബ്ജക്റ്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും എന്തുണ്ടാവും? അതിന് മേലെ അങ്ങനെ പൊന്തി കിടക്കണ പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഫ്ലോട്ട് ആയി കിടക്കും. എന്താ കാരണം എന്ന് വെച്ചാല് സർഫേസ് ടെൻഷൻ ആക്ട് ആവുന്ന കാരണം കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, വി ആർ ഫ്ലോട്ട് in some situations we are using blade, സാധാരണ ബ്ലേഡ്. ആ ബ്ലേഡ് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അതിന്റെ മേലെ അങ്ങനെ ഫ്ലോട്ട് ആയി കിടക്കണില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് പറയാ? സർഫേസ് ടെൻഷനുള്ള കാരണം കൊണ്ടാണ്. ഓക്കെ, then one question they will ask, how to reduce the surface tension? Suppose surface tension ഇങ്ങനെ കൂടി കൂടി പോയാൽ നമ്മൾ എന്തൊരു ഒബ്ജക്റ്റ് ഇടുമ്പോഴും അതിന്റെ മുകളിൽ തന്നെ പൊന്തി കിടക്കും, ഉള്ളിലേക്ക് പോകില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കാം? സർഫേസ് ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം ചോദിച്ചാൽ by adding soap water. Okay, ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആണെങ്കിൽ
അതിൽ കുറച്ച് സോപ്പ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫേസ് ടെൻഷൻ അവിടെ റെഡ്യൂസ് ആവും. എന്താണെന്ന് വെച്ചാൽ സോപ്പ് വാട്ടർ കുറെ കെമിക്കൽ മിക്സ് ചെയ്തതല്ലേ, അപ്പൊ അത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സർഫേസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ യു ഹാവ് വൺ ആക്ടിവിറ്റി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അതായത് ഒരു മെറ്റാലിക് റിംഗ് എടുത്തിട്ട് അതിലൊരു ത്രെഡ് നമ്മൾ സോപ്പ് ഫിലിമിൽ ഡിപ്പ് ചെയ്ത് വെക്കാണ്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ സോപ്പ് ഫിലിം അതിന്റെ ഒരു ലെയർ പോലെ ഉണ്ടാവും. ആ ലെയർ നമ്മൾ ഒരു സൂചി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അതിന്റെ ഇത് പൊട്ടിപ്പോയിട്ട് അത് വേറെ ഷേപ്പിലായിട്ട് മാറും. നമ്മൾ കുറെ കണ്ടിട്ടുണ്ടാവും, സോപ്പ് വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് ആ ലെയർ ആ പൊള്ള പോലത്തെ സാധനം ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ വേറെ ഷേപ്പിലേക്കായി മാറും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ സർഫേസ് ടെൻഷൻ ഉള്ള ഒരു ആക്ടിവിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മെറ്റാലിക് ലൂപ്പ് അതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പോ അവർ ചോദിക്കും ഹൗ ക്യാൻ യു റെഡ്യൂസ് ദ സർഫേസ് ടെൻഷൻ ഓഫ് വാട്ടർ എന്ന് ചോദിക്കുമ്പോൾ by adding soap water to this solution we can reduce the surface tension. Okay, so what is meant by surface tension? Surface tension is a type of attractive force which exerted on liquids. Liquids ൽ ആക്ട് ആവുന്ന ഒരു ഫോഴ്സ് ആണ് സർഫേസ് ടെൻഷൻ എന്ന് പറയാ. അതിന്റെ യൂസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ some insects are floating on the surface of water. അല്ല അങ്ങനെയല്ലേ, ചില ഇൻസെക്ട്സ് ഒക്കെ അതിന് മേലെ അങ്ങനെ ഫ്ലോട്ട് ആവുന്നത് കാണാം. പിന്നെ നമ്മൾ ചില ഒബ്ജക്ട് ഇടുമ്പോൾ അതിന് മേലെ അങ്ങനെ പൊന്തി കിടക്കുന്നത് കാണാം. അതൊക്കെ സർഫേസ് ടെൻഷൻ ആയ കാരണം കൊണ്ടാണ് കേട്ടോ. ഇപ്പൊ സയന്റിഫിക് വേർഡ് ആണ് അത്. സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സ് ആണ്, ഒരു ലെയർ ആണ്. ഓക്കെ, then how can you reduce the surface tension? By adding soap water. Okay, so these are the points related with surface tension. Next one, the components present in water. Okay, components. So നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വാട്ടർ എന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. Water, actually what is the formula of water? H2O. Okay, so 2 ratio hydrogen and 1 ratio oxygen is present in water. അങ്ങനെയല്ലേ? So hydrogen 2 ratio 2 ആണ്, oxygen 1 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു ഇത്. ഇത് എങ്ങനെയാണോ അവർ കണ്ടുപിടിച്ചത്? വാട്ട് ഈസ് ദ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദിസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ? എങ്ങനെയാവും അവർ ഇത് കണ്ടുപിടിച്ചത്? ഇതിൽ 2 ആണ്, അതിൽ 1 ആണ്, എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സോ ഹിയർ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് Hoffman's voltmeter. So ഇതാണ് ഇതിന്റെ പേര് ട്ടാ. നോട്ട് ചെയ്ത് വെച്ചോളൂ. Hoffman's voltmeter is used to find out the components which is present in water. അപ്പോൾ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന കമ്പോണന്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Hoffman's voltmeter എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Okay, so first of all we have to take acidified water. Okay, let me see what is the procedure. So here we are taking Hoffman's voltmeter and we have to add some amount of water into this. Okay, water. Okay, so ആദ്യം നമ്മൾ വോൾട്ടാമീറ്റർ എടുത്തു, എന്നിട്ട് അതിൽ കുറച്ച് വാട്ടർ എടുത്തു ട്ടാ. Then we have to add 1 or 2 drops of acid. Okay, സാധാരണ ഒരു ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഏതെങ്കിലും ഒരു ആസിഡ് ഒരു 2 drops നമ്മൾ ഈ വെള്ളത്തിലൂടെ ആഡ് ചെയ്യണം. Because when acid is added with water, it has more power to conduct electricity. എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി കറണ്ട് കണ്ടക്ട് ചെയ്യും ആ വെള്ളം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. Okay, then we have to pass electricity through this water. അപ്പൊ നമ്മൾ ഇങ്ങനെ ആദ്യം വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്, പിന്നെ ആസിഡ് ആഡ് ചെയ്തു. അപ്പൊ ആസിഡും വാട്ടറും കൂടി മിക്സ് ചെയ്ത ഫോം ആണ് അസിഡിഫൈഡ് വാട്ടർ എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വാട്ടർ ആയിരുന്നു, കുറച്ച് ആസിഡും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരാണ് അസിഡിഫൈഡ് വാട്ടർ. ഓക്കെ, then we have to pass electricity. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് 2 ടെസ്റ്റ് ട്യൂബ് ആയിട്ട് സെപ്പറേറ്റ് ആയി. ഫസ്റ്റ് പാർട്ടില് ഇതിൽ ഫുള്ളും ഒരു ഗ്യാസ് വന്ന് സെപ്പറേറ്റ് ആയി, വാട്ടർ വന്ന് സെപ്പറേറ്റ് ആയി, ഫുള്ളും ഈ ടെസ്റ്റ് ട്യൂബ് കംപ്ലീറ്റ് ആയിട്ടാണ്. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോ ഇതിൽ പകുതി വരെ, ഇതിന്റെ ഹാഫാണ് ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളിത് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഈ ഫുള്ളും വന്നിരിക്കുന്നത് 2 എടുത്തു, ഇതിൽ പകുതി വന്നിരിക്കുന്നത് 1 ratio എടുത്തു. ഓക്കെ, അപ്പോ ഏതോ ഒന്ന് 2 ratio, മറ്റത് 1 ratio കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം. പക്ഷെ അത് ഏത് ഗ്യാസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ വാട്ടറിൽ ഏതൊക്കെ ഗ്യാസസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്.
അങ്ങനെ ചെയ്യുമ്പോൾ ആ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ആദ്യം ഈ സൈഡ് അവർ കുറെ എക്സ്പെരിമെന്റ് ആക്ടിവിറ്റി ചെയ്തപ്പോൾ സാധാരണ ഒരു ഗ്ലോവിംഗ് സ്പ്ലിന്റർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക നന്നായിട്ട് കത്തുന്ന ഒരു എന്താ പറയുക വുഡൻ ഒരു സ്പാർക്ക് പോലത്തെ ഒരു സാധനമാണ്. ആ സ്പ്ലിന്റർ കൊണ്ടുവന്ന് ഇതിന്റെ അവിടെ വെക്കുമ്പോൾ നമുക്ക് പോപ്പ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. പോപ്പ് സൗണ്ട്. ഒരു പോപ്പ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നന്നായി കത്തുന്ന ഒരു വിറക് കൊള്ളി എടുത്ത് നമ്മളെ വെള്ളത്തിലിട്ട് എന്താണ്ടാവുക ഒരു ഹിസ്സിംഗ് സൗണ്ട് പോലെ ക്രിയേറ്റ് ആവും. അതിനെയാണ് പോപ്പ് സൗണ്ട് എന്ന് പറയുക. അപ്പൊ ഈ പോപ്പ് സൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിലേറ്റഡ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, പോപ്പ് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ഗ്യാസ് മാത്രമാണ് നമുക്ക് തിരിച്ചറിയാം. അപ്പോ ഇവിടെ ഹൈഡ്രജൻ ആണ്. പിന്നെ ഇവിടെ എന്താണ്? ഓക്സിജൻ. ഓക്സിജൻ ഗ്യാസ് സാധാരണ ഏത് ക്യാരക്ടർ ആണ്? ഇറ്റ് ഈസ് എ സപ്പോർട്ടർ ഫോർ കമ്പഷൻ. അപ്പൊ നമ്മൾ അത് ഇവിടെ കൊണ്ടു വെക്കുമ്പോൾ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ട് അത് കത്താൻ തുടങ്ങി. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിലാണ് ബ്രൈറ്റ് ആയിട്ട് കത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൈഡ് പ്ലേസിൽ ഓക്സിജൻ. അപ്പൊ ഹൈഡ്രജൻ 2 ratio, oxygen 1 ratio is conformed in Hofmann's voltameter. So these are the components present in water. So once again repeating, what are the components present in water? Hydrogen and oxygen in 2:1 ratio. Okay, how can we confirm this experiment? First of all, we are taking Hofmann's voltameter. In that first part, we are taking some water, and in this water we can add 2 or 3 drops of acid. So it is known as acidified water. By passing electricity, what happens here? In the first part, the test tube becomes completed, and in the second part, the test tube is only half of the component. Okay, from this we can understand 2:1 ratio. Then after that, in the first part, it produces pop sound, and in the second part, the splinter burns very brightly. വളരെ ബ്രൈറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് ഓക്സിജനും പോപ്പ് സൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഹൈഡ്രജൻ. സോ ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ആൻഡ് എക്സ്പെരിമെന്റ് ഫോർ കമ്പോണന്റ്സ് പ്രസന്റ് ഇൻ വാട്ടർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു.